കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബിസിനസ്സുള്ള ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത്. ഇനി നിങ്ങളാണ് ഈ കമ്പനിയുടെ MD എന്നൊന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ? MDയോടാണ് ചോദ്യം. മറ്റൊരാളുമായിട്ട് കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുന്നിൽ കമ്പനിയുടെ പെർഫോമൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത്തരം പ്ലെയിൻ ഡേറ്റ ടേബിൾസ് ആയിരിക്കുമോ, അതോ ഈ ഡേറ്റ ടേബിൾസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഇത്തരമൊരു ഡാഷ്ബോർഡ് ആയിരിക്കുമോ നിങ്ങൾ പ്രിഫർ ചെയ്യുക? ഡാഷ്ബോർഡ് എന്നാണ് ഉത്തരവെങ്കിൽ വീഡിയോ തുടർന്ന് കാണാം. ഇത്തരം പ്ലെയിൻ ഡേറ്റ ടേബിൾസിലുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്നൊരു എക്സൽ ഡാഷ്ബോർഡ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബിസിനസ്സുള്ള ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. ആദ്യത്തെ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ കമ്പനി നടത്തിയ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, കമ്പനിക്ക് നേരിട്ട ചെലവിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എക്സ്പെൻസ് ഡീറ്റെയിൽസ്, കമ്പനിയിലേക്ക് പുതിയതായിട്ട് വന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്നിവ കാണാം. രണ്ടാമത്തെ ടേബിളിലുള്ളത് ഓരോ ജില്ലയിലും നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ടാർഗറ്റ് കാണാം. ആദ്യത്തേത് ടോട്ടൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ടാർഗറ്റാണ്. 2024 1,50,00,000 രൂപയായിരുന്നു കമ്പനിയുടെ ടാർഗറ്റ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടാർഗറ്റ് കാണാം. പുതിയതായിട്ട് അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണമാണിത്. 15,000 പുതിയ കസ്റ്റമേഴ്സ് ആയിരുന്നു കമ്പനിയുടെ ടാർഗറ്റ്. ഇനി ഈ ഡേറ്റയിൽ നിന്ന് ടോട്ടൽ സെയിൽസ് എമൗണ്ട്, ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നിവ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. ആദ്യം ടോട്ടൽ സെയിൽസ് കണ്ടെത്താനായിട്ട് ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓരോ മാസത്തെയും സെയിൽസ് എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, 2024 ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആയി. ഇനി ഈ സെല്ലിലെ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നിവ കിട്ടും. ഈ സെല്ലിലെ ഫോർമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. നമുക്കറിയാം രണ്ടാമത്തെ ടേബിളിലുള്ളത് ഓരോ ജില്ലയിലും നടന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സ്വാഭാവികമായിട്ടും ഈ എമൗണ്ട്സിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ടോട്ടൽ സെയിൽസ് എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും. ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ. നോക്കുക, 1,35,77,200. ഇനി ടോട്ടൽ സെയിൽസ്, ടോട്ടൽ എക്സ്പെൻസ് എന്നിവ ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ഈക്വൽ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. അടുത്തത് ടോട്ടൽ എക്സ്പെൻസ്, ഈക്വൽ ടോട്ടൽ എക്സ്പെൻസ്, എൻ്റർ. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. അടുത്തത് ആദ്യത്തെ ടാർഗറ്റിൻ്റെ എത്ര ശതമാനം അച്ചീവ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തണം. 1,50,00,000 രൂപയായിരുന്നു ടാർഗറ്റ്. അതേസമയം സെയിൽസ് നടന്നത് 1,36,00,000 രൂപയ്ക്ക് താഴെയാണ്. ടാർഗറ്റിൻ്റെ എത്ര ശതമാനം അച്ചീവ് ചെയ്തു എന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ ടോട്ടൽ സെയിൽസ് എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടാർഗറ്റ്, എൻ്റർ. ഇനി ഈ സെല്ലിൽ പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുക. 91%. അടുത്തത് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ സെയിൽസിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. ഈക്വൽ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ എക്സ്പെൻസ്, എൻ്റർ. പ്രോഫിറ്റായി. അടുത്തത് രണ്ടാമത്തെ ടാർഗറ്റിൻ്റെ എത്ര ശതമാനം അച്ചീവ് ചെയ്തു എന്നുള്ളത് കണ്ടെത്തണം. 15,000 പുതിയ കസ്റ്റമേഴ്സ് ആയിരുന്നു ടാർഗറ്റ്. അതേസമയം കമ്പനിക്ക് ലഭിച്ചത് 14,220 കസ്റ്റമേഴ്സാണ്. ടാർഗറ്റിൻ്റെ എത്ര ശതമാനം അച്ചീവ് ചെയ്തു എന്ന് കണ്ടെത്താനായിട്ട് ഈക്വൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ഡിവൈഡഡ് ബൈ ടാർഗറ്റ്, 95%. ഇനി ഈ കാണുന്ന ഡേറ്റ ഒരു ഡാഷ്ബോർഡ് ആക്കി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു. ആദ്യം ഡാഷ്ബോർഡിൻ്റെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ഇല്ലസ്ട്രേഷൻസ്, ഷേപ്സ്, റെക്റ്റാങ്കിൾസിൽ നിന്ന് റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് സെലക്ട് ചെയ്യുക. ഈ ഷേപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഷേപ്പ് ഫോമാറ്റ്, ഷേപ്പ് ഫിൽ, വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഇനി ബോർഡർ ലൈനിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാനായിട്ട് ഷേപ്പ് ഔട്ട്ലൈൻ, വെയ്റ്റ് 1 പോയിൻറ്റ്. ഇനി ഷേപ്പിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് ടൈപ്പ് ചെയ്യാം.
നോക്കുക, ഇവിടെ വൈറ്റ് ഫോണ്ട് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ഹോം, ഫോണ്ട് കളർ, ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. ഹെഡിങ് ടൈപ്പ് ചെയ്യുന്നു. ഫോണ്ട് സൈസ് കൂട്ടുന്നു. ഇനി ഷേപ്പിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഷേപ്പിൻ്റെ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. നോക്കുക, ഷേപ്പിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇത് റീസൈസ് ചെയ്യുന്നു. വീണ്ടും ഈ ഷേപ്പിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യാം. വീണ്ടും ഹെഡിങ്ങിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു തവണ കൂടി. നോക്കുക, ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടായി. ഈ കാണുന്ന 3 റെക്റ്റാങ്കിൾസിൽ ടോട്ടൽ സെയിൽസ് എമൗണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്, എക്സ്പെൻസ് എന്നിവ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഈ കാണുന്ന 2 റെക്റ്റാങ്കിൾസ് ചാർട്ടുകൾ പ്ലേസ് ചെയ്യാനുള്ളതാണ്. ആദ്യം ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബോക്സ്, ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ, ഡേറ്റ ഉള്ള വർക്ക്ഷീറ്റിൽ വരിക, ടോട്ടൽ സെയിൽസ് എമൗണ്ട് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ. ഫോണ്ട് സൈസ് കൂട്ടുന്നു. ഫോണ്ട് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും ഹൈഡ് ചെയ്യാനായിട്ട് ഷേപ്പ് ഫോർമാറ്റ്, ഷേപ്പ് ഫിൽ, നോ ഫിൽ, ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ 2 കോപ്പികൾ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ കസ്റ്റമേഴ്സ്, ഫോർമുല ഡിലീറ്റ് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ടെക്സ്റ്റ് ബോക്സിന് നേരത്തെ ഉണ്ടായിരുന്ന ഫോമാറ്റിംഗ് നഷ്ടപ്പെട്ടത് കാണാം. ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോമാറ്റിംഗ് രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ആദ്യത്തെ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് പെയിൻറ്, രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. അടുത്തത് എക്സ്പെൻസ്, എക്സ്പെൻസ് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, എൻ്റർ. അടുത്തത് നമുക്ക് വേണ്ടത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ സെയിൽസും എക്സ്പെൻസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കോംബോ ചാർട്ടാണ്. അതിനുവേണ്ടി മാസങ്ങളുടെ പേരും സെയിൽസ് എമൗണ്ടും എക്സ്പെൻസും കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട്, റെക്കമെൻഡഡ് ചാർട്ട്സ്, ഓൾ ചാർട്ട്സ്, കോംബോ. നോക്കുക, ഇവിടെ ഒരു കോംബോ ചാർട്ടിൻ്റെ പ്രിവ്യൂ കാണാം. ഓക്കെ, ചാർട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഗ്രിഡ് ലൈൻസ് ഡിലീറ്റ് ചെയ്യുന്നു. വെർട്ടിക്കൽ ആക്സിസ് ലേബിൾസ് വേണ്ട, ഡിലീറ്റ് ചെയ്യുന്നു. നോക്കുക, ഇവിടെ കാണുന്ന കോളങ്ങൾ സെയിൽസിനെയും ഈ കാണുന്ന ലൈൻ എക്സ്പെൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കോളങ്ങളുടെ വിഡ്ത്ത് കൂട്ടാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഗ്യാപ്പ് വിഡ്ത്ത് 100% ആക്കുന്നു. കോളങ്ങളുടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫിൽ ആൻഡ് ലൈൻ, ഫിൽ, ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്യുന്നു. അടുത്ത ചാർട്ട് ടൈറ്റിൽ എഡിറ്റ് ചെയ്യുന്നു.
ചാർട്ട് ടൈറ്റിലിന് ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു. ആക്സിസ് ലേബിൾസ് ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു. ഫോൺ സൈസ് കൂട്ടുന്നു. ഇനി ഈ കാണുന്ന ചാർട്ട് ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ X, ഡാഷ്ബോർഡുള്ള ഷീറ്റിൽ വരിക. കൺട്രോൾ V. ചാർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും ഹൈഡ് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഷേപ്പ് ഫിൽ, നോ ഫിൽ, ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ. ഡേറ്റ ലേബിൾസ് ആഡ് ചെയ്യാനായിട്ട് ചാർട്ട് എലമെൻറ്റ്സ്, ഡേറ്റ ലേബിൾസ്. ലൈൻ ചാർട്ടിൻ്റെ ഡേറ്റ ലേബിൾസ് ഡിലീറ്റ് ചെയ്യുന്നു. ഡേറ്റ ലേബിൾസിന് ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു. അടുത്തത് ഓരോ ജില്ലയിലെയും സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബാർ ചാർട്ടാണ്. അതിനുവേണ്ടി ഡിസ്ട്രിക്ട് വൈസ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ടേബിൾ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, 2D ബാർ. ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ചാർട്ട് ടൈറ്റിൽ മോഡിഫൈ ചെയ്യുന്നു. ആക്സിസ് ലേബിൾസ് വേണ്ട, ഡിലീറ്റ് ചെയ്യുന്നു. ബാറുകളുടെ വിഡ്ത്ത് കൂട്ടാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഗ്യാപ്പ് വിഡ്ത്ത് 100% ആക്കുന്നു. ബാറുകളുടെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഡേറ്റ ലേബിൾസ് ആഡ് ചെയ്യുന്നു. ഇനി ഈ ചാർട്ട് ഡാഷ്ബോർഡിൽ പ്ലേസ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, കട്ട്, ഡാഷ്ബോർഡുള്ള ഷീറ്റിൽ വരിക. കൺട്രോൾ V. ചാർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും ഹൈഡ് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഷേപ്പ് ഫിൽ, നോ ഫിൽ, ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ. ഇനി വർക്ക്ഷീറ്റിൻ്റെ ഗ്രിഡ് ലൈൻസ് ഹൈഡ് ചെയ്യാനായിട്ട് വ്യൂ, ഗ്രിഡ് ലൈൻസ്. അടുത്ത് നമുക്ക് വേണ്ടത് ടോട്ടൽ സെയിൽസും ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടാർഗറ്റിൻ്റെ എത്ര ശതമാനം വീതം അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 2 ഡോണറ്റ് ചാർട്ട്സ് ആണ്. അവ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റയുള്ള ഷീറ്റിൽ വരുന്നു. ആദ്യം ടോട്ടൽ സെയിൽസ് ഈക്വൽ 1 മൈനസ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഡേറ്റ ഉപയോഗിച്ച് ഒരു ഡോണറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് പൈ ഓർ ഡോണറ്റ് ചാർട്ട്, ഡോണട്ട്. ചാർട്ട് ടൈറ്റിൽ ഡിലീറ്റ് ചെയ്യുന്നു. ലെജൻഡ് വേണ്ട. ഈ കാണുന്ന 91% ചാർട്ടിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇൻസേർട്ട്, ടെക്സ്റ്റ് ബോക്സ്, ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ, പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഫോൺ സൈസ് കൂട്ടുന്നു. ഫോൺ കളർ ചേഞ്ച് ചെയ്യുന്നു. ബോൾഡ് ഫോർമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു. ഇനി ഈ ചാർട്ടിൻ്റെ സൈസ് കുറയ്ക്കുകയാണ്.
ഇനി സ്ലൈസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ, കളർ, ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യുക. അടുത്തത് ചെറിയ സ്ലൈസ് സെലക്ട് ചെയ്യുന്നു. സെയിം കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നു. ഇനി ഹോളിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് സീരീസ് ഓപ്ഷൻസ്, ഡോനട്ട് ഹോൾ സൈസ് 65% ആക്കുന്നു. ഇതേ രീതിയിൽ ഒരു ചാർട്ട് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ടാർഗറ്റ് ഈക്വൽ 1 - ടാർഗറ്റ് പെർസെൻറ്റേജ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി 2 ചാർട്ടുകൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ചാർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും ബോർഡറും ഹൈഡ് ചെയ്യാനായിട്ട് ഫോർമാറ്റ്, ഷേപ്പ് ഫിൽ, നോ ഫിൽ, ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ. നോക്കുക, വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഡാഷ്ബോർഡായി. ഇനി 2025 ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ടേബിൾസിൽ ആ ഡേറ്റ പേസ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഈ സമ്മറി റിപ്പോർട്ടും ഡാഷ്ബോർഡും അപ്ഡേറ്റ് ചെയ്യപ്പെടും. എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.